ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് ഈ കുഞ്ഞിന് നിങ്ങളുടെ സഹായം വേണം. ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി എന്റെ മോൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സഹായം വേണം. അല്ലാതെ എന്റെ മോനാവൂല. അത്ര കടമ അടിച്ച് ഞങ്ങൾ തീർന്നു. എന്റെ മോനെ രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ഈ മോനെ. അതുപോലെ ദൈവം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഇതുവരെ പൊന്നുപോലെ ഞങ്ങൾ നോക്കി. സെറിബ്രൽ പാൾസി ഉണ്ടായിരുന്നു. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. കാരണം അത്രമേൽ വേദന സഹിക്കുന്ന ഒരു പിഞ്ചു ശരീരം നിങ്ങളുടെ മുന്നില് ജീവന് വേണ്ടി ഇങ്ങനെ തുടിക്കുമ്പോ കഴിയുന്ന ആളുകളൊക്കെ ഈ പൊന്നുമോനെ സഹായിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാണ്. ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. തുടർ ചികിത്സക്ക് ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം ഈ കുഞ്ഞുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. സെറിബ്രൽ പാൾസി എന്ന മാരകമായ ജനിതക രോഗം ബാധിച്ച കുഞ്ഞാണ്. പക്ഷേ ആസ്പിറേഷൻ ന്യൂമോണിയ ബാധിച്ചിട്ട് ഇന്ന് ഈ കുഞ്ഞിന്റെ ലങ്സും മറ്റു അവയവങ്ങൾക്കൊക്കെ അത് ബാധിച്ചിട്ട് 2 മാസത്തോളമായിട്ട് ICUയിലും വെന്റിലേറ്ററിലുമായിരുന്നു ഈ കുട്ടി. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചികിത്സ കൊടുക്കാൻ ഒരു വഴിയുമില്ല ഈ കുടുംബത്തിന്റെ കയ്യിൽ. 10-25 ലക്ഷം രൂപയോളം കടം വാങ്ങി ചെലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് പിലാത്തറയിലെ രാകേഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ടൈൽസ് പണിക്കാരനാണ്. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ ഈ കുഞ്ഞു ജീവനെ നിലനിർത്താൻ ഇനി ഞാനും നിങ്ങളും കൈകോർത്താലല്ലാതെ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. കഴിയുന്ന ആളുകളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. റോവൽ എന്ന് പറയുന്ന 1 വയസ്സും 3 മാസം പ്രായമുള്ള ഈ ഒരു കുഞ്ഞ് എന്റെയും നിങ്ങളുടെയും കാരുണ്യം കാത്ത് ഇവിടെ ഇങ്ങനെ വേദനിച്ച് കിടക്കുമ്പോൾ നമ്മളല്ലാതെ ഈ കുഞ്ഞിനെ, ഈ കുടുംബത്തിനെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാ. സെറിബ്രൽ പാൾസി എന്ന മാരക രോഗം ബാധിച്ചിട്ട് പോലും ആ കുഞ്ഞിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു കുടുംബത്തിന് ഈ അസുഖത്തിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് വീട്ടിലേക്ക് പോവാൻ ലക്ഷക്കണക്കിന് രൂപ ഇനിയും ചെലവുണ്ട് എന്നുള്ളതാ. നമ്മളെല്ലാവരും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ രാകേഷിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സെറിബ്രൽ പാൾസിക്ക് വേണ്ടിയുള്ള ചികിത്സയല്ല, മറിച്ച് മാരകമായ ഒരവസ്ഥയിൽ ഇന്ന് ഈ കുട്ടി ഇവിടെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ICUയിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നൊക്കെ ഈ കുട്ടിയെ മോചിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലൊക്കെ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇനി കടം വാങ്ങിക്കാൻ സ്ഥലമില്ല, ഇനി കൈ നീട്ടാൻ മറ്റൊരു ഭാഗമില്ല. ഇനി കൈ നീട്ടാൻ നിങ്ങളല്ലാതെ മറ്റൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം ഈ കുഞ്ഞിന്റെ ആവശ്യവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം അത്രമേൽ പ്രയാസത്തിലാണ്. ഇനി വാങ്ങാനൊരു സ്ഥലം ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തുനിന്നും കടം വാങ്ങി 25 ലക്ഷം രൂപയോളം ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഇനി വാങ്ങിക്കാൻ സ്ഥലമില്ല. ഇനി ഈ കുട്ടിയെ ഉപേക്ഷിച്ചു പോകാനും കഴിയില്ല. കാരണം ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഓരോ ദിവസവും 30,000 രൂപയോളം ചെലവഴിച്ച് മുന്നോട്ട് പോകണം. എന്നിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കണം. അതിന് നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. രാകേഷിന്റെ പേരുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.